നമസ്കാരം. സാംസ്കാരിക വാർത്തകൾ. തിരുവനന്തപുരം ജില്ലാ പ്രവാസി സംഘടനയായ അനോര ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷവും അനോര അംഗങ്ങളുടെ കുട്ടികൾക്കായുള്ള സ്കോളാസ്റ്റിക് അവാർഡ് വിതരണവും പ്രസിഡന്റ് എം ബഷീറിന്റെ അധ്യക്ഷതയിൽ ജനറൽ സെക്രട്ടറി ഡോക്ടർ ഷുഹൈബ് പള്ളിക്കലിന്റെ സ്വാഗത പ്രസംഗത്തോടുകൂടി അബുദാബിയിലെ അൽ ഖത്തം ഫാം ഹൗസിൽ നടന്നു. ഈ പരിപാടിയിൽ MK ഗ്രൂപ്പ് അലൈൻ റീജിയണൽ മാനേജറായ ഷാജി ജമാലുദ്ദീൻ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. 2022-2023 10ാം ക്ലാസ്സിലെയും 12ാം ക്ലാസ്സിലെയും വിജയിച്ച കുട്ടികൾക്കുള്ള മെമന്റോയും സർട്ടിഫിക്കറ്റും ചടങ്ങിൽ വിതരണം ചെയ്തു. എമിറേറ്റിൽ സന്ദർശകരായി എത്തുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് 3 മാസം പ്രാക്ടീസ് ചെയ്യാനുള്ള ഹ്രസ്വകാല അനുമതി നൽകുമെന്ന് ദുബായ് ഹെൽത്ത് അതോറിറ്റി അറിയിച്ചു. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ പുരോഗമിക്കുന്ന അറബ് ഹെൽത്ത് കോൺഗ്രസിലാണ് ഇക്കാര്യം അധികൃതർ വ്യക്തമാക്കിയത്. അടിയന്തര ഘട്ടങ്ങളും അത്യാഹിതങ്ങളും ദുരന്തങ്ങളും കൈകാര്യം ചെയ്യുന്നതിന് പ്രാദേശിക ആരോഗ്യ സംവിധാനങ്ങൾ പൂർണ്ണ സജ്ജമായിരിക്കാൻ വേണ്ടിയാണ് സംവിധാനം ലക്ഷ്യമിടുന്നത്. എമിറേറ്റിലെ ആരോഗ്യ സേവന സംവിധാനങ്ങളിൽ മെഡിക്കൽ പ്രൊഫഷണലുകളുടെ സാന്നിധ്യം ആവശ്യത്തിന് ഉറപ്പുവരുത്താനും പദ്ധതി ഉപകരിക്കും. താൽക്കാലികമായി അനുവദിക്കുന്ന പെർമിറ്റ് തൊഴിൽ നേടുന്നവർക്കും ആശുപത്രികൾക്കും വലിയ രീതിയിൽ ഉപകാരപ്പെടുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പ്രൊഫഷണൽ യോഗ്യതയുള്ള പ്രവാസികൾക്ക് ദുബൈയിൽ താൽക്കാലിക ജോലിയിൽ പ്രവേശിക്കാൻ സാധിച്ചാൽ ഭാവിയിൽ തൊഴിൽ അന്വേഷിക്കുന്നതിനും ഉപകാരപ്പെടും. OICC റിയാദ് സെൻട്രൽ കമ്മിറ്റി നോർക്ക ഹെൽപ്പ് ഡെസ്കിന് തുടക്കമായി. ബദ്ഹ സെൻട്രൽ കമ്മിറ്റി ഓഫീസിൽ നടന്ന പരിപാടി പ്രസിഡന്റ് അബ്ദുള്ള വല്ലാഞ്ചിറ ഉദ്ഘാടനം ചെയ്തു. പ്രവാസികൾക്കായി സംസ്ഥാന സർക്കാർ സ്ഥാപനമായ നോർക്ക റൂട്ട്സ് ഏർപ്പെടുത്തിയ വിവിധ സേവനങ്ങൾ, നോർക്ക ID കാർഡ് പുതുതായി എടുക്കുന്നതിനും പുതുക്കുന്നതിനും പ്രവാസി ക്ഷേമ പദ്ധതിയിൽ അംഗങ്ങളാകാനുള്ള അവസരങ്ങളടക്കം വിനിയോഗിക്കാൻ ഹെൽപ്പ് ഡെസ്കിൽ അവസരങ്ങളുണ്ടാകും. വെള്ളിയാഴ്ചകളിൽ ഉച്ചയ്ക്ക് ശേഷം 3 മുതൽ വൈകിട്ട് 6 വരെ ഈ അവസരമുണ്ടായിരിക്കും. പ്രോഗ്രാം ചെയർമാൻ സക്കീർ ധാനത്ത് അധ്യക്ഷത വഹിച്ചു. കേരള എഞ്ചിനീയേഴ്സ് ഫോറം ദമാം ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിന ആഘോഷത്തിന്റെ ഭാഗമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ദമാം സെൻട്രൽ ആശുപത്രിയുമായി സഹകരിച്ചായിരുന്നു ക്യാമ്പ്. രക്തദാനം മഹാദാനം ശീർഷകത്തിൽ റിപ്പബ്ലിക് ദിനത്തിൽ നടത്തിയ ക്യാമ്പിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. റമദാൻ മാസത്തിൽ ബ്ലഡ് ബാങ്കിൽ രക്തലഭ്യതയിൽ കുറവ് വരുന്ന സാഹചര്യം മുൻകൂട്ടി കണ്ട് ക്യാമ്പ് നടത്തിയത് പ്രശംസനീയമാണെന്ന് ദമാം സെൻട്രൽ ആശുപത്രി ബ്ലഡ് ബാങ്ക് മാനേജർ അറിയിച്ചു. സാംസ്കാരിക വാർത്തകളിൽ ഉൾപ്പെടുത്താനായി ഇനി പറയുന്ന ഇമെയിൽ വിലാസത്തിൽ വാർത്തകൾ അയയ്ക്കുക. news@pravasibharati.com അല്ലെങ്കിൽ pravasibharati.radio@gmail.com. സാംസ്കാരിക വാർത്തകൾ എല്ലാ ദിവസവും UAE ഒമാൻ സമയം രാവിലെ 10:30, സൗദി, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ് സമയം രാവിലെ 9:30, ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12 മണിക്ക്. നമസ്കാരം.